നമസ്കാരം സുഹൃത്തുക്കളെ, ഹോണസ്റ്റി അക്കാഡമിയുടെ ഇന്ത്യൻ ഭരണഘടനാ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇത് മിക്കവാറും എല്ലാം പരീക്ഷയ്ക്കുള്ളതാണ്. ഇത് നമുക്ക് തുടർച്ചയായിട്ട് പറയാം. ഇത് 9ാം പാർട്ടിൽ 243 തൊട്ട് 243 വരെയുള്ള ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 1959 ഒക്ടോബർ 2 നാഗൂർ ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നെഹ്റുവായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ത്രിതല കൺസെപ്റ്റ് എന്ന് പറയുന്ന 3 ടയർ സിസ്റ്റം കൊണ്ടുവന്നത് ബൽവന്ത് റായ് മേത്തയാണ്. സ്വരാജ് എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയും ജനകീയാസൂത്രണം എന്ന് പറയുന്ന പദം കൊണ്ടുവന്നത് MN റോയുമാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. 1957 അത് വരുന്നത്. അദ്ദേഹത്തെ തന്നെയാണ്, ബൽവന്ത് റായ് മേത്തയെ തന്നെയാണ് ഫാദർ ഓഫ് ദി പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. ഇതിന് ഭരണഘടനാ സാധുത ഉണ്ടാക്കിയ കമ്മിറ്റി 1986 LM സിംഗ്വി കമ്മിറ്റിയാണ്. രണ്ടാമത് സ്റ്റേറ്റ്, പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന രണ്ടാമത് സ്റ്റേറ്റ് 1959 ആന്ധ്രയാണ്. ഇത് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റേറ്റുമാണ്. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പഞ്ചായത്ത് രാജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 40 11ാം പട്ടികയിലാണ് പഞ്ചായത്ത് രാജ് ഉള്ളത്. പഞ്ചായത്ത് രാജിൻ്റെ ഭേദഗതി 73ാം ഭേദഗതിയാണ് 1992 ഉണ്ടായത്. പഞ്ചായത്ത് രാജ് നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമെന്ന് പറയുന്നത് ഏപ്രിൽ 24 മുമ്പ് അത് ഫെബ്രുവരി 19 ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായിരുന്നു. ഇപ്പോൾ അതല്ല. ബൽവന്ത് റായ് സിംഗ്വി കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. അപ്പോൾ പഞ്ചായത്ത് രാജിലെ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 അശോക് മേത്ത കമ്മിറ്റി ഉണ്ടായത്. പഞ്ചായത്ത് രാജിൻ്റെ GVK റാവു കമ്മിറ്റി ആരംഭിച്ചത് 1985 മേത്ത കമ്മിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. നിലവിലില്ലാത്ത സ്ഥലങ്ങൾ മേഘാലയ, നാഗാലാൻഡ്, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളും ഡൽഹി ഒഴിച്ചുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പഞ്ചായത്ത് രാജ് ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് വളരെ ക്വിക്കായിട്ടൊരു നോട്ട് തയ്യാറാക്കി. ഇത് തുടരും, നമ്മൾ തീർന്നിട്ടില്ല. പഞ്ചായത്ത് രാജിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ് ഉടനെ തന്നെ.